ഇനി നമുക്ക് കോട്ടയത്തേക്ക് ആണ് പോകേണ്ടത്. കോട്ടയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം എന്നത് സജി മഞ്ഞക്കടമ്പിലിൻ്റെതാണ്. ജോസഫ് വിഭാഗത്തിലെ നേതാവായ സജി മഞ്ഞക്കടമ്പിൽ കഴിഞ്ഞ ദിവസം ആണ് രാജിവെച്ചത്. പക്ഷേ എങ്ങോട്ടേക്കാണ് സജി എന്നതിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സജി മഞ്ഞക്കടമ്പിൽ. കോട്ടയത്ത് ശക്തി പ്രകടനം നടത്തി നിലപാട് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 15-ാം തീയതി സമ്മേളനം നടത്താനാണ് ഇപ്പോൾ നടക്കുന്ന ആലോചന. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ജോസഫ് ഗ്രൂപ്പ് വിട്ട് പുറത്തു വരുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറയുകയാണ്. സജി മഞ്ഞക്കടമ്പിൽ തന്റെ രാഷ്ട്രീയ നീക്കം ഇനി എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി കൂടിയാണ് യോഗം വിളിക്കുന്നത്. തന്നോടൊപ്പമുള്ളവരെ കൂട്ടി ഒരു ശക്തി പ്രകടനം നടത്തുക എന്നുള്ളതാണ് സജി മഞ്ഞക്കടമ്പിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 15-ന് കോട്ടയത്ത് വെച്ച് ഒരു ശക്തി പ്രകടനം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ഡേറ്റ് സംബന്ധിച്ച് ഒരു അന്തിമമായ തീരുമാനം വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ പാലയിൽ വെച്ച് കണ്ടപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ് താനൊരു ആർക്ക് വോട്ട് ചെയ്യും എന്ന നിലപാട് താൻ വ്യക്തമാക്കും എന്നുള്ളത്. ഫലത്തിൽ അതുതന്നെയാണ് ഇപ്പോൾ സജി ചെയ്യാൻ പോകുന്നതും. എന്തായാലും ഒരു UDF അനുകൂല രാഷ്ട്രീയമായിരിക്കില്ല സജി പറയുക എന്ന് ഏതാണ്ട് വ്യക്തമാണ്. UDFിനോട് പ്രശ്നമില്ല, UDFിലെ ഘടകകക്ഷികളോട് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പോലും മോൻസ് വിരുദ്ധ വികാരം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ തന്നെ UDF തന്നെ പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ LDF എന്ന നിലപാട് പറയാനായിരിക്കും സാധ്യത. എന്തായാലും നിലവിലൊരു പാർട്ടി പ്രവേശനം എന്ന നിലയിലേക്ക് സജി എത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു പാർട്ടി പ്രവേശനം എന്ന നിലയിലേക്ക് എത്തുന്നില്ല എന്നാണ് സജിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതായത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകും. പ്രത്യേകിച്ച് LDF ആണ് സജിയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ എന്ന് ജനം ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുക. കേരള കോൺഗ്രസ് എമ്മിലേക്ക് തന്നെ സജി പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ പ്രസാദ് ഉരുൾകുന്നം രാജിവെക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനു മുൻപ് ഓരോ ദിവസങ്ങളിൽ തനിക്കൊപ്പമുള്ള പല നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികൾ, സജി ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ സജി നിയമിച്ച പലരും ഉണ്ട്. സജിക്കൊപ്പം ജോസ് കെ മാണി ഗ്രൂപ്പിൽ നിന്ന് എത്തിയ പലരുമുണ്ട്. അവരെയൊക്കെ രാജിവെപ്പിച്ച് ഇവിടേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സജി ഉന്നയിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അജിത് മുദ്രമലയെ പോലുള്ളവർ ജില്ലാ പഞ്ചായത്ത് അംഗം, അത്തരം ആളുകൾ തന്നെ രാജിവെച്ച് എത്തും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഇതിനിടെയാണ് PC തോമസ് ഇന്നലെ പാലായിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ KM മാണിയുടെ വസതിയിൽ എത്തുകയും ഭാര്യയെ കാണുകയും ചെയ്തു. അത് വ്യക്തിപരമായ സന്ദർശനം എന്ന നിലപാടാണ് എന്ന് PC തോമസ് പറയുകയും എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന ഒരു നിലപാടാണ് എന്ന വിമർശനം ജോസഫ് ഗ്രൂപ്പിലുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് കോട്ടയത്തെ UDF രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. കോട്ടയത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് ശ്രീജിത്ത് പറയുന്നത്.